വ്യത്യസ്തമായ സിനിമ. ഡയറക്ഷൻ വൈസും എല്ലാവരും നമുക്ക് നല്ല ആസ്വദിക്കാനും പിന്നെ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളും. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ശ്രേയമായിട്ടുള്ളൊരു മൂവിയാണ്. വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതിനേക്കാളുമപ്പുറത്ത് പല ആക്ടേഴ്സ് അവരുടെ പെർഫോമൻസൊക്കെ ഭയങ്കര ആശയമാണെങ്കിൽ ഇത്രയും കാലം ചെയ്തിട്ടില്ലാത്തൊരു ഗംഭീരമായിട്ടുള്ള വികാസം ഗൂഗിളിൻ്റെ എല്ലാവരും പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് മനോഹരമായിട്ടുള്ളൊരു മൂവിയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിലെത്തി കാണുക അത് ഗംഭീരമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു വേറൊരു ലെവലിൽ നിൽക്കുന്നത് കുറച്ചുകൂടെ ആർട്ടിസ്റ്റിക്കാണ്, തിയേറ്ററിക്കലാണ്. പടം തിയേറ്ററിൽ പോയി കണ്ടത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു പെരുമഴക്കാലത്ത് നടക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ശബ്ദത്തിന് ഒരുപാട് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല കലാമൂല്യമുള്ള നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന പേരുടെ കാണാൻ പറ്റിയ സിനിമ. സൂപ്പർ മൂവി. കുറേ വർഷത്തിന് ശേഷം മൂവി കണ്ട സന്തോഷം. നന്നായിട്ട് എല്ലാവരും നന്നായിട്ടുണ്ട്. ആശ ഒരാൾ കൊണ്ട് നടന്ന് പോയി നന്നായിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ഫ്രണ്ടാണ് ആശ. അത് അതാ നടക്കാൻ വയ്യെങ്കിലും വന്നത്. ഒന്ന് കിടന്നോട്ടെ കേട്ടോ. ആക്ടിങ് എല്ലാം സ്റ്റോറി ലൈനും വണ്ടർഫുൾ. എനിക്ക് ടാലൻറ്റ് മുഴുവൻ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. വെരി നൈസ്. ഭയങ്കര നല്ല ഫിലിം, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവി. അതിനിവിടെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ആശ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി അക്കാഡമിക് ടൈപ്പ് രസമുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രസം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ വന്നത്. മോസ്റ്റ്ലി ആശ് ചേച്ചിയാണെങ്കിലും ഗൂഗിളും ചേട്ടനാണെങ്കിലും ഇടയ്ക്ക് വന്നു പോകുന്ന അർജുൻ ചേട്ടനാണെങ്കിലും ഒക്കെ എക്സലൻറ്റ് ജോബ് ദേ ഹാഡ് ഡൺ. ആക്ടിങ് വൈസ് അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്കോർ ആൻഡ് മ്യൂസിക് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാം. കാരണം നമ്മൾ ഇതുപോലുള്ള ചൂടത്തുനിന്ന് തിയേറ്ററിൽ കയറി ഇരുന്ന് ആ സിനിമ തുടങ്ങുന്ന സമയത്ത് ശരിക്കും നമുക്ക് മഴ പെയ്യുന്ന പോലത്തെ ഒരു ഫീല് ടോട്ടലി കിട്ടുന്ന രീതിയിലാണ് ആ സ്കോർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ആർട്ട് മൂവി എൻജോയ് ചെയ്യാനൊക്കെ ഉള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ കയറി കാണാവുന്ന ഒരു പടമാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കുറേ തവണ കണ്ടില്ലേ, കണ്ട ബാക്കിയുള്ളവരോട് ചോദിക്കണം. എനിക്കെപ്പോഴും ഇഷ്ടപ്പെട്ടു. സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ മൂവി ചെയ്തത്. എനിക്കൊത്തിരി ഇമോഷണലി കൂടെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഇമോഷനായി. പിന്നെ എനിക്ക് അതിനകത്ത് കാണാനേ ഒത്തിട്ടില്ല. കാരണം ലുക്ക് വൈസും നടത്തവും ഡ്രസ്സും എല്ലാം വ്യത്യസ്തതയാണ്. അപ്പം അവിടെ ഇരിക്കുന്ന പലർക്കും ഞാനതൊന്നും മനസ്സിലായില്ല, എന്നെ അറിയാത്തവർക്ക്. അപ്പം അതൊരു സന്തോഷം തന്നെയാണ്. സാധാരണ ചേച്ചീനെ കണ്ടിരിക്കുന്ന സാരി, ചുരിദാർ അങ്ങനെ കളർഫുൾ വേഷത്തിലാണ്. പക്ഷേ ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് ചട്ടയും കൊണ്ടും അങ്ങനെ ഒരു കോസ്റ്റ്യൂമിലാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു തോന്നിയിരുന്നത്? ആ ഒരു മറ്റേ സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതുപോലത്തെ ക്യാരക്ടർ ചെയ്യാൻ കൊതിക്കുന്ന ആൾക്കാരല്ലേ. അഭിനയം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വ്യത്യസ്തത തരുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമല്ലേ. അപ്പോൾ ഇത്രയും നല്ലൊരു ക്യാരക്ടർ വന്നപ്പോൾ ഒരുപാട് സന്തോഷമാണ്. അതാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിൽ ഇനിഷ്യേറ്റീവിൽ വർക്ക് ചെയ്യുന്ന സന്തോഷം. നമ്മളെല്ലാവരും സിനിമ തിയേറ്ററിൽ കാണുക, ഫീഡ്ബാക്സുകൾ അറിയിക്കുക. കണ്ട പ്രേക്ഷകരാണ് അഭിപ്രായം പറയുന്നത്. എന്തായാലും ഇത്രയും പേര് വന്നതിൽ താങ്ക് യു. ആക്ച്വലി അപ്പോൾ അങ്ങനെ ഓഡിയൻസിൻ്റെ കൂടെ ഫസ്റ്റ് ഷോ കാണുമ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ വർക്കിൽ എന്ത് ചെയ്യാം, എങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളതാണ്. ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡായിരിക്കും. ഇന്ന് കാണുമ്പോൾ അതല്ല, ഇതെല്ലാം മറന്ന് എന്തായാലും ഫൈനൽ പ്രോഡക്റ്റിലേക്ക് വന്നു അവിടെ നിന്ന് ആസ്വദിക്കുക എന്നുള്ളത്. കൂടെ ഇരുന്നവരത് ആസ്വദിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ആക്ച്വലി ഇറ്റ് ഗിവ്സ് എ ഗൂസ് ബംപ്സ്. ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു സിനിമ ചെയ്തു വെച്ചത്. എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എല്ലാവർക്കും മനസ്സിലാവുന്നുള്ള രീതിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അവിശ്വാസമാണ് സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്. അവർക്ക് ഇഷ്ടപ്പെടുന്നു തന്നെയാണ് വിശ്വാസം.